ഹലോ ഗൈസ്, അങ്ങനെ ദേവയാനിയുടെ നിർദ്ദേശപ്രകാരം ഈ അനാമികയുടെ അച്ഛൻ വേണുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായി ആദർശ നയനയും ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഒന്നും അറിയാതെ നമ്മൾ പോകുന്നത്, എവിടുന്നാ നമ്മൾ ആദ്യം അന്വേഷിക്കുക? ആ നയനെ, അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ മുഹൂർത്തത്തിന്റെ കറക്റ്റ് സമയം വേണു അങ്കിൾ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയത്? ആ ആദർശേട്ടൻ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നേ എന്തോ ബിസിനസ് പൊളിഞ്ഞിട്ട് പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അയാള് വേണുങ്കളുടെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ആ അപ്പൊ ആദർശേട്ടാ നമ്മൾ അയാളിൽ തന്നെ ആദ്യം അന്വേഷണം തുടങ്ങണം അല്ലേ? അതെ, ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ, അയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ വേണുങ്കളുടെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ ആദർശേട്ടാ അയാൾ എവിടെയെന്ന് വെച്ചിട്ടാ? ആ അതിനൊരു വഴിയുണ്ട്. അയാളുടെ പേര് ഉപേന്ദ്രൻ എന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, അയാളെ ഞാൻ സ്ഥിരമായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അവിടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെ പോയി നമുക്കൊന്ന് തിരക്കി നോക്കാം. പിന്നെ കാണിക്കുന്നത് ആദർശ അയാളെ സ്ഥിരം കാണാറുള്ള സ്ഥലത്തേക്ക് വണ്ടി തിരിക്കുന്നതാണ്. അങ്ങനെ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ആദർശ നയനോട് പറയുന്നുണ്ട്, നയനെ ഞാൻ ഇവിടെ വെച്ചാ അയാളെ ഇടയ്ക്ക് കാണാറുള്ളത്, നീ ഇറങ്ങ്, നമുക്ക് എന്തായാലും ഇവിടെ അന്വേഷിച്ച് നോക്കാം. അങ്ങനെ രണ്ടുപേരും ഇറങ്ങി ഒരു കടയുടെ മുന്നിലോട്ടാട്ടോ ചെല്ലുന്നത്. അപ്പൊ കടയുടെ സൈഡിലായിട്ട് ഒരു വ്യക്തി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആദർശ ചോദിക്കുന്നുണ്ട്, അതെ ചേട്ടാ. ആ ചേട്ടന് ഈ നാട്ടുകാരനാണോ? കണ്ടിട്ടെന്താ തോന്നുന്നേ? അപ്പൊ നയന പറയുന്നുണ്ട്, അത് ചേട്ടാ ഞങ്ങൾക്കൊരു കാര്യം അറിയാനാ. എന്ത് കാര്യം? ഞാൻ ഈ നാട്ടുകാരൻ തന്നെ. അപ്പൊ ആദർശ് നയനെ പറയുന്നുണ്ട്, നയനെ നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം, ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാ തോന്നുന്നത്. ആദർശേട്ടാ ഈ കടകളുടെ മുന്നിലൊക്കെ വന്നിരിക്കുന്നവർക്ക് ഇവിടെ സ്ഥിരം പോകുന്ന ആളുകളൊക്കെ അറിയാൻ മതിയാകും. അതെ ചേട്ടാ, ഈ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയോ? ഉപേന്ദ്രൻ? എടാ ശശിയെ. എന്നിട്ട് അയാൾ ആ കടയിലുള്ള ശശീനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞ ആ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അയാളാണോ? അപ്പൊ ശശി ചോദിക്കുന്നുണ്ട്, ഇവിടെ രണ്ട് ഉപേന്ദ്രേട്ടൻ വരാറുണ്ട്, എന്താ കാര്യം? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാനാ. എന്താ പലിശയ്ക്ക് പണം വേണോ? നിങ്ങളെ കണ്ടിട്ട് ഏതോ വലിയ ഫാമിലി ആണെന്ന് തോന്നുന്നു, എന്തോ ബിസിനസ് തകർന്നു അല്ലേ? ആദർശിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ എന്തിനാ അറിയുന്നത്? അപ്പൊ നയന പറയുന്നുണ്ട്, എന്റെ ആദർശേട്ട ഒന്ന് അടങ്ങ്, നമുക്ക് കാര്യം അറിയണ്ടേ? ചേട്ടാ ഈ പലിശക്കാരൻ ഉപേന്ദ്രേട്ടൻ കാണാൻ എങ്ങനെ ഇരിക്കും? അത് പെങ്ങളെ, ഇത് ഞാൻ പറഞ്ഞതാന്ന് പറയരുത്, അദ്ദേഹത്തെ കാണാൻ ഒരു ഗുണ്ടയെ പോലെയൊക്കെ ഇരിക്കും. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അപ്പൊ മറ്റേയാളോ? അയാൾ ഒരു സാധാരണ മനുഷ്യനാ, 4-5 പെൺകുട്ടികളുണ്ട്, ദേ ഈ വളവ് തിരിഞ്ഞാൽ അയാളെ വീടെത്തും. നയനെ, അപ്പോ ഈ പലിശക്കാരൻ തന്നെ ആയിരിക്കാനാ സാധ്യത. എന്നാ പിന്നെ നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോയാലോ? ഈ പലിശക്കാരൻ ഉപേന്ദ്രന്റെ വീട് എവിടെയാണെന്നറിയോ? അയാളുടെ വീടറിയാം, പക്ഷേ അയാൾ എപ്പോഴും വീട്ടിലുണ്ടാകാറില്ല, പലിശക്ക് പണം കൊടുക്കുന്ന സ്ഥലത്താണ് ഉണ്ടാകാറ്. ഓ അതെവിടെയാ? അത് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ് കാണാം, അവിടെ നിന്ന് ചോദിച്ചാൽ മതി ഉപേന്ദ്രേട്ടന്റെ ബിൽഡിംഗ് ഏതാന്ന്, അവര് പറഞ്ഞു തരും. ശരി, വലിയ ഉപകാരമുണ്ട്. ഓ അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ നയനെ ആദർശ് കൂടി വണ്ടി ഇരിച്ച് അങ്ങോട്ടേക്ക് പോവാട്ടോ. അവർ ആ വണ്ടി തിരിച്ചപ്പോൾ തന്നെ ഈ കടക്കാരൻ ശശിയുടെ മുഖത്തൊരു കള്ളഭാവം കേട്ടോ. അയാൾ ഫോൺ എടുത്തിട്ട് ഈ ഉപേന്ദ്രനെ വിളിക്കുകയാണ്. ഇയാൾക്ക് ഈ ഉപേന്ദ്രന്റെ ആളാണ്. ഹലോ ഉപേന്ദ്രേട്ടാ. എന്താടാ? ചേട്ടാ ചേട്ടനെ കാണാൻ ഇവിടുന്ന് രണ്ടുപേരും അങ്ങോട്ട് വരുന്നുണ്ട്, പണത്തിനാണെന്നാ തോന്നുന്നത്. എടാ വിശ്വസിക്കാൻ കൊള്ളുന്ന ഇനാണോ? കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്, എന്തോ ബിസിനസ് തകർന്നിട്ടുണ്ട്, അതിന് പണത്തിന് വേണ്ടി വന്നതാ. അങ്ങനെ അവർ നിന്നോട് പറഞ്ഞോ? ഏയ് എന്നോട് പറഞ്ഞില്ല, പക്ഷേ എനിക്ക് ഊഹിക്കാൻ പറ്റി. ഓ അവന്റെ ഒരു ഊഹം വെച്ചിട്ട് പോടാ ഫോണ്. ശരി ശരി. ഇതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഉപേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദർശിന് കറക്റ്റ് സ്ഥലം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ആ ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് തന്നെ ആദർശ് കാറ് കയറ്റാണ്. എന്നിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ തന്നെ ഉപേന്ദ്രനെ ആദർശിനെ കണ്ടപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഇതാ മറ്റേ പയ്യനല്ലേ? അപ്പൊ ഉപേന്ദ്രന്റെ കൂടെയുള്ള ഒരു ഗുണ്ട ചോദിക്കുന്നുണ്ട് കേട്ടോ, ഏത് പയ്യൻ? എടാ നമ്മളെ പറ്റിച്ച് നടക്കുന്ന ആ കഴിവേറി വേണുവില്ലേ, അയാളുടെ മരുമകന്റെ ചേട്ടനാത്. അയ്യോ അണ്ണാ, ആ വേണു തരാനുള്ള പണമായിട്ടായിരിക്കുമോ വരുന്നത്? പക്ഷേ അവരുടെ വരവ് കണ്ടിട്ട് ഒരു പന്തിയല്ലാത്ത പോലെ, കയ്യിൽ പണമൊന്നും കാണുന്നില്ല. അണ്ണാ അവരൊക്കെ വലിയ പണക്കാരില്ലേ, ചെക്കായിരിക്കുന്നേ. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഏതായാലും അവരിങ്ങ് വരട്ടെ. എടാ നീ 2 ചെയർ എടുത്തിങ്ങിട്ടെ. വരണം വരണം, ഇരിക്കും. അപ്പൊ ഉപേന്ദ്രന്റെ കൂടെയുള്ള ഒരു ഗുണ്ട് പറയുന്നുണ്ട് കേട്ടോ, അണ്ണാ നമുക്ക് ചതി പറ്റിയില്ലല്ലോ, ദേ ഈ നിൽക്കുന്ന പെണ്ണിനെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ട്. എവിടാടാ ഒന്ന് ഓർത്ത് നോക്ക്. ഓർത്തിട്ടങ്ങ് കിട്ടുന്നില്ല. ഓ നിന്റെ തലയിലൊക്കെ കളിമണ്ണാടാ. ഞാൻ ഇവനോട് കുശലം പറയായിരുന്നു. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അതെ നിങ്ങൾ പലിശക്ക് പണം കൊടുക്കുന്ന ആളാണോ? അതെ. എന്തേ മോൻക്ക് പണം വേണോ? ഈ പലിശക്ക് പണം കൊടുക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞൂടെ? അത് ന്യായം, പക്ഷേ ഈ പണമൊക്കെ എവിടെ കൊണ്ട് വെക്കാനാ, അത്രയും കുമിഞ്ഞു കൂടിയിരിക്കുകയല്ലേ. അപ്പൊ നയന പറയുന്നുണ്ട് കേട്ടോ, ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നയനെ? ഒന്നിങ്ങ് വന്നേ. അപ്പൊ ഉപേന്ദ്ര പറയുന്നുണ്ട്,
അതെ, ഇവരിത് എങ്ങോട്ടാ പോയത്? എടാ, നീ ആ പെണ്ണിനെ കണ്ട് എവിടെയോ പരിചയം ഉണ്ടെന്നല്ല പറഞ്ഞത്. എവിടെയാണടാ, ഒന്ന് ഓർത്തു നോക്ക്. ആ, അന്നാ എനിക്ക് കിട്ടി. അതെ, ഈ വേണുവിന്റെ മകളില്ലായിരുന്നു, അവളെ രക്ഷിക്കാൻ വന്നത് ഇവളും പിന്നെ ഇവളുടെ കൂടെ ഒരു ചെറുക്കനുണ്ടായിരുന്നു. ആ ചെറുക്കനാണ് ഞങ്ങളെയൊക്കെ അടിച്ചിട്ടത്. ആ ചെറുക്കന് എന്നാ ശക്തിയാന്നറിയോ? നമ്മളെ കൂടം കൂട്ടിയാലേ പിന്നെ കടം തരാനുള്ളവരൊക്കെ തന്നു തീർക്കും. അപ്പൊ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഹോ, അവന് പറയാൻ കൊണ്ടൊരു നേരം, മിണ്ടാണ്ടിരുന്നോണം, ഇനി എന്താ നടക്കുന്ന വെച്ചാൽ നടക്കട്ടെ. അങ്ങനെ ആദർശിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, അന്ന് അനാമികയെ തട്ടിക്കൊണ്ട് പോയവരില്ലായിരുന്നോ? ആ തട്ടിക്കൊണ്ട് പോയവരിൽ ഈ ഗുണ്ടകൾ ഉണ്ടായിരുന്നു. നയനെ, അപ്പോ ഈ ഗുണ്ടകളാണോ അവളെ പിടിച്ചോണ്ട് പോകുന്നത്? അതെ ആദർശേട്ടാ, എന്തൊക്കെയോ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. നീ വന്നേ. അങ്ങനെ ആദർശ് ഉപേന്ദ്രനോട് പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ഒരു കാര്യം അറിയാനാ വന്നത്. ആ കാര്യം അറിഞ്ഞാൽ ഞങ്ങൾ പോയേക്കാം. അല്ല, കാര്യമൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞുതരാം. തരാനുള്ള പണം കൊണ്ടുവന്നിട്ടുണ്ടോ? തരാനുള്ള പണമോ? അതിന് ഞാൻ നിങ്ങൾക്ക് പണമൊന്നും തരാനില്ലല്ലോ. മണ്ഡപത്തിൽ നിന്ന് മുഹൂർത്ത സമയം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്നോട്? ആ വേണു എന്റെ പണം മുഴുവൻ തന്നു തീർത്തോളാന്ന് നീ തന്നെയല്ലേ എന്നോടൊന്ന് പറഞ്ഞത്? ഓ, അയാള് നിങ്ങൾക്ക് എത്ര തരാനുണ്ട്? എനിക്കൊരു 2 കോടിയുടെ അടുത്തുണ്ട്. 2 കോടിയോ? ആ, 2 കോടി എൻ്റെ അടുത്തുനിന്ന് മാത്രമൊന്നല്ല, ഇവനിങ്ങനെ പല ആളുകളുടെ അടുത്തുനിന്നും വാങ്ങിയതുണ്ട്. എനിക്ക് മാത്രം 2 കോടി. എൻ്റെ കണക്കാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലായിരുന്നോ? നിങ്ങളുടെ ബിസിനസ്സിന് എന്താ പറ്റിയത്? ഇവനിത് എന്തൊക്കെയാണോ പറയുന്നത്? കൂട്ടത്തിൽ ആ ഗുണ്ടകളൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപേന്ദ്ര പറയുന്നുണ്ട്, ബിസിനസ് പാർട്ട്നേഴ്സോ? എനിക്കതിന് അവനുമായിട്ട് എന്ത് ബിസിനസ്? വിഷം വാങ്ങി കഴിക്കാൻ പോലും പണം ഇല്ലാത്തവനായിട്ടാണോ ഞാൻ ബിസിനസ്സിന് കൂടാൻ നിൽക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഓഹോ, അപ്പൊ വേണു ഇവരെയും നല്ല രീതിക്ക് എന്നെ പറ്റിച്ചു. ദേ, ഈ വേണു അങ്കിളിനെ കുറിച്ച് കൂടുതൽ അറിയാനാ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ നയന പറയുന്നുണ്ട്, ഇതൊരു ജീവിത പ്രശ്നമാണ്, നിങ്ങൾക്കത് ഒന്നുമല്ലെന്ന് അറിയാം, പക്ഷെ ഈ വേണു അങ്കിളിനെ കുറിച്ച് അറിയണമെന്നുണ്ട് ഞങ്ങൾക്ക്. ഓ, വേണുവിനെ കുറിച്ച് അറിഞ്ഞാൽ എനിക്ക് എന്താ ലാഭം? ദേ, നിങ്ങൾക്ക് പണം വേണോ? പണം വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ അയാളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണം. പണം ഒന്നും വേണ്ട, അയാൾ തരാനുള്ള പണം തന്നു തീർക്കണം. ഈ വേണു എന്ന് പറയുന്നതേ അത്ര നിസാരക്കാരനല്ല. ഏതോ പൈസ കിട്ടാനുണ്ടെന്നും പറഞ്ഞിട്ടേ അയാൾ എല്ലാരിടത്തുനിന്നും കോടികളും ലക്ഷങ്ങളും വാങ്ങിക്കൂട്ടുക. അവസാനം അയാളെ കൊണ്ട് ഒന്നും കൊടുക്കാൻ കഴിയാതെ കടം പേറി. പിന്നെ അവൻ കണ്ട മാർഗം എന്തെന്നറിയോ? കോടീശ്വരനായി ഏതെങ്കിലും പയ്യന്മാരെ കൊണ്ട് സ്വന്തം മകളെ വിവാഹം കഴിപ്പിച്ചേൽപ്പിക്കുക. ഞങ്ങൾക്ക് എന്തായാലും പണം കിട്ടിയാൽ മതി. അതുകൊണ്ട് അവൻ ഉടായിപ്പ് അവിടെ നടന്നു. സത്യം പറയാലോ, പലിശക്ക് പണം കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നാൽ ഇവനെ പോലൊരു ദരിദ്രവാസിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. കൊടുത്ത പൈസയ്ക്ക് ഒരു 5 പൈസ പോലും അവൻ തിരിച്ചു തന്നിട്ടില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ വരവ് എന്റെ പണം തരാനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാ ആ പ്രതീക്ഷയും തകർന്നു. ദേ മോനെ, നീയാണ് അന്ന് എന്നോട് പറഞ്ഞത് അയാളുടെ പൈസ തന്നു തീർക്കാന്ന്. ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? അതെ, പലിശക്ക് പണം കൊടുക്കുന്നത് തെറ്റാ. ദേ മോനെ, പലിശക്ക് പണം കൊടുത്തു പോയില്ലേ, ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏത് നേരത്താണോ അന്വേഷിക്കാതിരിക്കാൻ തോന്നിയത് എന്നൊക്കെ ആദർശ് ഇങ്ങനെ പെറുപിറുക്കുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് ആദർശ് ദേഷ്യപ്പെട്ടിട്ട് നയനയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, സത്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ഇനി എന്ത് ചെയ്യാനാ? ഞാൻ ആ കല്യാണത്തിന്റെ തലേന്നേ പറഞ്ഞതാ നമുക്ക് എല്ലാം മുത്തശ്ശനോട് തുറന്നു പറയായിരുന്നു എന്ന്. അപ്പൊ മുത്തശ്ശന്റെ കണ്ടീഷൻ ആകെ മോശമായിരുന്നു. അങ്ങനെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അനിയുടെ കല്യാണം ഇപ്പൊ നടക്കില്ലായിരുന്നു. പുരോഹിതൻ പറഞ്ഞത് കാര്യം എത്ര ശരിയാണെന്ന് നോക്കിയേ. ആദർശേട്ടാ, ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് പറ്റിയത് നമുക്കാ. എനിക്കൊരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല. തെറ്റിനൊക്കെ കൂടെ നിന്നത് നീയൊക്കെ തന്നെയാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്കേ നേരെ വീട്ടിലോട്ട് പോവാം. ആദർശേട്ടാ, അവിടെ ചെന്ന് പറയാനാണോ? പിന്നെ പറയാന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂ? എല്ലാം മനസ്സിൽ കൊണ്ട് മൂടിയിട്ട് നടക്കണോ? അത് ഒന്ന് എന്നെ മറച്ചു വെച്ചതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ഇനിയും വയ്യ. നീ കയറിയേ. ഓക്കെ, ഇനി അടിപൊളി ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അപ്പൊ ആ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോ ഉടനടി തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.